എന്താ ഒരു ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിലും അതിലും എളുപ്പമാണ് കേട്ടോ. നമ്മളെ കഷ്ണങ്ങളാക്കി വെച്ച മത്തനുണ്ടല്ലോ, മത്തനും കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ വൻപയറുണ്ടല്ലോ, വൻപയറൊന്ന് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മത്തൻ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച വൻപയറുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇനി പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങയിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറവ് ഒരുവിധമാകുമ്പോൾ നമ്മളെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടി ഇട്ട് നല്ല ബ്രൗൺ നിറാകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ അതാ മത്തനും പയറൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ വറവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി മത്തനും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഇതിൽ തേങ്ങ അരച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ.